ഹായ് ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെജുഹൈൽ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 1 ഡേ ട്രിപ്പാണ്. ഉമ്മയും ഉമ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാനും പിന്നെ അനുജൻ്റെ വൈഫും കുട്ടികളുമുണ്ട്. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും സെറ്റായിട്ടില്ല. ഓരോരോ ടീച്ചേഴ്സ് പകുതിക്ക് വെച്ചിട്ട് അവർ കയറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോരാളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ എല്ലാവരും സെറ്റായതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസ് എല്ലാം ആയിട്ടാണ് ഇങ്ങനെ പോയത്. രാവിലെ വന്നതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്നൊരു കട്ടനും കുടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയാൽ നമ്മളൊരു നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇവരെ വക തന്നെ ഫുഡ് എല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ ഉപ്പുമാവും ചായയുമാണ്, പിന്നെ പഴവുമാണ്. അതാണ് എല്ലാവരും പിന്നെ കഴിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഫോട്ടോ മത്സരം നടക്കുകയാണ് ഗൈസ്. രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഇതെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കുറച്ച് വിശപ്പെല്ലാം അടങ്ങി. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം എടക്കൽ ഗുഹയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. പക്ഷേ ഇപ്പോൾ എല്ലാവരും മുന്നിലേക്ക് പോയാലും കുട്ടികൾ ടോയ്സ് കാണുമ്പോൾ പിന്നെ അത് വാശി പിടിച്ചിട്ട് കരച്ചിലായി. അങ്ങനെ നമ്മൾ ടോയ്സ് എല്ലാം കുറച്ച് വാങ്ങി. അങ്ങനെ പിന്നെ എടക്കൽ ഗുഹയിലേക്ക് പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ഒരുപാട് കുന്ന് കയറിയിട്ട് വേണം നമുക്ക് എടക്കൽ ഗുഹയിലേക്ക് എത്താൻ. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വയ്യാത്തൊരവസ്ഥയാണ്. ഇവിടെ ഒറിജിനൽ കാപ്പിപ്പൊടി തന്നെ നമുക്ക് ബോട്ടിലായിട്ട് വാങ്ങാൻ കിട്ടും. അത് ബാഗിലിട്, എങ്ങനെങ്കിലും ഒന്നിട്ട് കൊടുക്ക്. ബാഗിലാക്കിടാൻ കഴിയും. തുറന്ന് പിടിച്ചിട്ടല്ലേ. നമ്മളെ കൂടെ വന്ന ടീച്ചറെ കയ്യിൽ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുരങ്ങൻ തട്ടിപ്പറിക്കാൻ നോക്കിയതായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഒരു കൗതുക കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങും ചെറിയ കുട്ടീനെയും കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എടക്കൽ ഗുഹയിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുകയാണ്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടാണ് ഉള്ളത്. കാരണം അവിടെ വന്നാലാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. അത്രക്കും വലിയ ഹൈറ്റുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് നടന്ന് കയറാനുണ്ട്. അങ്ങനെ ഗെയ്സ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഇതുവരെ നടന്നു വന്നതുപോലെ തന്നെ ഗുഹയിലെത്തിയാലും റിസ്ക് തന്നെ മക്കളെ. കാരണം ഇനിയും നമുക്ക് തട്ടായിട്ട് കുറേ പാറേൻ്റെ ഇടയിലെ കൂടെ നമുക്ക് കയറി പോവാനുണ്ട്. ഐറിൻ ഷെസ് നല്ല ഫാസ്റ്റ് ആയിരുന്നു. കാരണം അവർ നമ്മളെയും തോൽപ്പിച്ചിട്ട് ഏറ്റവും മുന്നിലെത്തിയിട്ടാണുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ആ കാണുന്ന പാറേൻ്റെ ഇടയിലേക്ക് കൂടി വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ റിസ്ക്കുള്ള പരിപാടിയാണ്. കുറച്ച് പോകേണ്ടതും. നമ്മൾ എടക്കൽ ഗുഹ കയറിയിരിക്കുകയാണ്. അല്ലേ ഷെസു? എടക്കൽ ഗുഹ എത്തിയില്ലേ? രക്ഷപ്പെടുത്തത് നമ്മളെ വെള്ളപ്പൊക്കൽ രക്ഷപ്പെടുത്തില്ലേ? അതുപോലില്ലേ? രക്ഷപ്പെടുത്ത് വേഗം എങ്ങനെയുണ്ട് ഗുഹ?
എടക്കൽ ഗുഹ. അങ്ങനെ ഗുഹയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചു കയറ്റമൊക്കെ കഴിഞ്ഞതാണെന്ന്. പക്ഷെ കഴിഞ്ഞില്ല, ഇനിയും നല്ലൊരു കയറ്റം കൂടി ഉണ്ട്. നമ്മളൊക്കെ ആകെ തളർന്നൊരവസ്ഥയിലാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഒന്നും കൂടി മുകളിലേക്ക് കയറി നോക്കുന്ന. വേറെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും കയറുന്നത്. ആദ്യ എക്സ്പീരിയൻസ് എല്ലാവരും കിതച്ചിട്ട് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. ഉമ്മ ആ മെഷീനെയും കൊണ്ട് എങ്ങനെയല്ലോ കയറി വരുന്നുണ്ട്. നമ്മൾ വീണ്ടും കയറ്റം കൂടി കയറി വന്നാൽ കാണുന്ന കാഴ്ച ഈ ഒരു ഗുഹയാണ്. തണുപ്പിട്ട് നല്ല Sorry. അങ്ങനെ നമ്മൾ എടക്കൽ ഗുഹ എല്ലാം കണ്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കുരങ്ങനെയും കുട്ടിനെയും കൂടി കണ്ടത്. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു. പിന്നെ പോയത് നമ്മൾ പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് പൂവൊക്കെ കുറവായിരുന്നു. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല വ്യൂ എല്ലാം ഉണ്ട് നമുക്ക് കാണാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂപ്പൊലി സീസൺ ആണെങ്കിൽ പൊളിച്ചേനെ. അങ്ങനെ നമ്മൾ ഊഞ്ഞാലാട്ടം നടത്തി നോക്കട്ടെ. അങ്ങനെ ഞാനും ഉമ്മയും ഊഞ്ഞാല് കണ്ടപ്പോൾ നമ്മൾ പഴയ കുട്ടിക്കാലത്തേക്ക് പോയ പോലെ നമുക്ക് തോന്നി. നല്ല രസമുണ്ട് ഇങ്ങനെ ആടിക്കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെറുതിലൊക്കെ ഇങ്ങനെ ആടിയതാണ്. ഇപ്പോൾ ആടുമ്പോൾ ഭയങ്കര ഒരു ഫീല് പോലെ. നിറച്ചും പൂക്കട ഉള്ളത് കണ്ടാ. പൂക്കൾ മാത്രമല്ല, കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും ഇവിടെ ഉണ്ട്. പിന്നെ അതും ഒരു വൈബാണ് ഇവിടെ. കുറേ കൊട വെച്ചിട്ടുണ്ട് ഗെയ്സ്. ഇതാ ഫുൾ കൊടായി നമ്മളെ തലൻ്റെ മേലില് വേണ്ടാ ഇത്ര കൊടല്ലേ. ഇതോടുകൂടി നമ്മൾ പൂപ്പൊലി കണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഉച്ച സമയമായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ചോറ് തിന്നേണ്ട സമയമായി. അങ്ങനെ അവർ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സാധാ ചോറും പിന്നെ വെള്ളരി കറിയും ചിക്കൻ കറിയും ആയിരുന്നു ഫുഡ്. അങ്ങനെ പിന്നെ എല്ലാവരും അത് കഴിക്കേണ്ട ഒരുക്കപ്പാടിലാണുള്ളത്. ഐറയാണെങ്കിൽ ചോറ് തിന്നുന്ന സമയമാകുമ്പോൾ ഓൾ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ കുറച്ച് നാളായിരിക്കും ഒക്കെ വിശക്കുന്നുണ്ടെന്ന് പറയാൻ. അങ്ങനെയാണോളെപ്പോൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ 2 പാർക്കിലും കൂടി പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഐറ കുറച്ച് ലഹള തുടങ്ങി. അങ്ങനെ നമ്മൾ രാത്രിയായി വീട്ടിലെത്തി. പിന്നെ കുട്ടികളെല്ലാം അവരവർക്ക് വാങ്ങിയ ടോയ്സ് കൊണ്ട് പിന്നെ കളി തുടങ്ങി. പിന്നെ അങ്ങനെയാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൺ ഡേ ട്രിപ്പായ ഒരു വയനാടൻ ട്രിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.